ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് കേരളത്തിൽ ഇരിക്കുമ്പോഴും കണ്ണും മനസ്സും മുഴുവൻ സാധാരണ മനുഷ്യരുടെ ഇടയിലായിരുന്നു. അവരെ ചേർത്ത് പിടിച്ച് അവരുടെ സങ്കടങ്ങൾ മാറ്റി തൻ്റെ മുന്നിൽ ഒരു വിഷമവും പ്രയാസവും വന്നാൽ, ഒരു സങ്കടം കേട്ടാൽ ആ സങ്കടം മാറ്റാൻ തീക്ഷ്ണമായി പരിശ്രമിച്ചിരുന്ന ഒരാളാണ്. സത്യത്തിൽ ഉമ്മൻചാണ്ടിയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുതിയ നിർവചനം നൽകിയത്. സാമൂഹ്യ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും എല്ലാം ഒന്ന് തന്നെയാണ് എന്നാണ് ഉമ്മൻചാണ്ടി നമ്മളെ ബോധ്യപ്പെടുത്തിയത്. എല്ലാം ഒന്ന് തന്നെയാണ്. മറ്റുള്ളവന്റെ കണ്ണീര് തുടയ്ക്കാൻ, അവന്റെ സങ്കടം മാറ്റാൻ, അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന തീക്ഷ്ണമായ പ്രയത്നത്തിന്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം, പേരാകണം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിച്ചു. അതാണ് അധികാരം എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തുള്ള ഒരുപാട് ഭരണാധികാരികൾ, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തുള്ള ഒരുപാട് ഭരണാധികാരികൾ തങ്ങളുടെ അധികാരം നിലനിർത്തുന്നതിന് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി അധികാരം നിലനിർത്തുക എന്നാണ്. ആ അധികാരം നിലനിർത്താൻ വേണ്ടി കയ്യിലുള്ള അധികാരത്തെ അമിതാധികാരമാക്കി മാറ്റി, അത് ദുരുപയോഗപ്പെടുത്തി, എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തി, വിമർശനങ്ങളെ ഇല്ലാതാക്കി, എതിർക്കുന്നവരെ ജയിലിലാക്കി, തടവറകളിലാക്കി, നാടുകടത്തി. നമ്മുടെ ചരിത്രം അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അധികാരം ആളുകൾ, ഏകാധിപതികളായ മനുഷ്യർ ദുരുപയോഗം ചെയ്തതിൻ്റെ കഥനകഥകൾ, ചോര മണക്കുന്ന കഥകൾ ധാരാളം നമ്മുടെ ചരിത്രത്തിലുണ്ട്. അപ്പൊ അധികാരം എന്തിനു വേണ്ടിയിട്ടാണ്? അധികാരം ദൈവികമായ ഒന്നാണ്, ഡിവൈനായ ഒന്നാണ്. ആ അധികാരം മറ്റുള്ളവരെ നിഗ്രഹിക്കാനും, അവരെ മൂലക്കിരുത്താനും, അവരെ ജയിലിലാക്കാനും, അവരുടെ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനും അല്ല ഉപയോഗിക്കുന്നത്. അധികാരം മറ്റുള്ളവർക്ക് എങ്ങനെ പ്രയോജനം ചെയ്യും എന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അതാണ് ഗാന്ധി പറഞ്ഞത്. ഗാന്ധി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. നിങ്ങൾ ഒരു ഒപ്പുവെക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ തീരുമാനം എത്ര പാവങ്ങളെ, എത്ര സാധാരണക്കാരെ സഹായിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കണമെന്ന. ഒരു ഭരണാധികാരി രാത്രി കിടന്നിറങ്ങുമ്പോൾ ചിന്തിക്കേണ്ടത് ഇന്ന് എത്ര പേരെ ഉപദ്രവിച്ചു എന്നല്ല, ഇന്ന് എത്ര പേരെ ദ്രോഹിച്ചു എന്നല്ല, ഇന്ന് എത്ര പേരെ ജയിലിലാക്കി എന്നല്ല, ഇന്നെനിക്ക് എത്ര പേരുടെ സങ്കടങ്ങൾ മാറ്റാൻ കഴിഞ്ഞു എന്നാണ്. അതിന്റെ കണക്കെടുപ്പാകണം. അതാണ് പുതിയ നിർവചനം നൽകി, അധികാരത്തിന് പുതിയ നിർവചനം നൽകിയെന്ന്. അധികാരം എങ്ങനെ ഉപയോഗിക്കുക? ശാസ്ത്രം കണ്ടുപിടിക്കുന്ന പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പോലെയാണ്. ആറ്റമിക് എനർജി ഉണ്ടായി. ആറ്റമിക് എനർജി പവർ ജനറേഷൻ നടത്തി, ലോകത്ത് മുഴുവൻ വെളിച്ചം കൊടുത്ത്, പവർ കൊടുത്ത്, രാജ്യത്ത് വ്യവസായ കാർഷിക വിപ്ലവം ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അതേ ആറ്റമിക് എനർജി മനുഷ്യനെ കൊല്ലാൻ, നിഗ്രഹിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ശാസ്ത്രം കണ്ടുപിടിക്കുന്ന കണ്ടുപിടുത്തങ്ങളാണ്. അതുപോലെ തന്നെയാണ് അധികാരം. ഏത് സമയത്തും ദുഷിപ്പിക്കാൻ പറ്റുന്ന, ഏത് സമയത്തും അത് അധികാരത്തിലെത്തുന്ന പലരുടെയും ചിന്ത ഇത് ലോകം അവസാനിക്കുന്നത് വരെ, അല്ലെങ്കിൽ തന്റെ ജീവിതാവസാനം വരെ ഇത് തന്റെ കൂടെ ഉണ്ടാകുമെന്നാണ്. അത് തന്റെ കൂടെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള തെറ്റായ വഴികളിലൂടെയാണ് പോകുന്നത്. അവിടെ മറ്റുള്ളവരെ, ചുറ്റുപാടുകളും നിൽക്കുന്നവരെ മുഴുവൻ വിസ്മരിച്ചു പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ശരിക്കും അതാണ് വ്യത്യാസം. ഉമ്മൻചാണ്ടി അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം വ്യത്യസ്തനാവുന്നത്. ഞാൻ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തോട് എപ്പോഴും പറയും, ഉമ്മൻചാണ്ടി ഒറ്റ ആളാണ് ഞങ്ങളുടെയൊക്കെ ജീവിതം ഇങ്ങനെയാക്കിയത്. അവരുടെ ജനപ്രതിനിധികളായ ആളുകളുടെ എല്ലാവരുടെയും. ജനപ്രതിനിധികളുടെ ഇപ്പോൾ 24 മണിക്കൂർ ജോലിയാണ്. ജനങ്ങൾക്ക് അവകാശമാണ് ഇപ്പോൾ കേരളത്തിൽ. ജനപ്രതിനിധികൾ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം. ജനങ്ങൾ അവരെ അവകാശമായി കാണുകയാണ്. ജനപ്രതിനിധികളുടെ സാന്നിധ്യം വേണം. പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഉമ്മൻചാണ്ടിയാണ് ഒരു പുതിയ കൾച്ചർ ഉണ്ടാക്കിയത്. എല്ലാ സ്ഥലത്തും പോകും, എല്ലായിടത്തും ഓടിയെത്തും, എവിടെയും ഉണ്ടാവും, എല്ലാ സ്ഥലത്തും പോകും. എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു വിവാഹ തലേന്നൊരു വീട്ടിൽ പോയി, എൻ്റെ മണ്ഡലത്തിൽ. എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള വീടാണ്. ഞാൻ കയറി ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നത്, ചെന്നൈയിലാണ് ഈ പയ്യൻ ജോലി ചെയ്യുന്നത്. ചെന്നൈയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഇരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു ഇത് നമ്മുടെ MLA ആണെന്ന് പറഞ്ഞു. ഞാൻ നമസ്തേ പറഞ്ഞ് ഞാൻ വീടിനകത്തേക്ക് പോയി. അവൻ്റെ അമ്മയെ കൊണ്ടൊരു ചായ ഉണ്ടാക്കിച്ചു. ഞാൻ അടുക്കളയുടെ തട്ടിലിരിക്കും. എനിക്ക് അത്രയും ബന്ധമുള്ള വീടാണ്. അപ്പൊ ഇവര് തർക്കമാണ്. അവർ പറയുന്നത് ഇത് MLA അല്ല, തമിഴ്നാട്ടിൽ നിന്ന് വന്ന പിള്ളേർ, ഇത് MLA അല്ല, MLA ഒരിക്കലും ഇങ്ങനെ വരില്ല.
അപ്പൊ ഇവനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് വന്നു, ഇവരെയും കൂട്ടിക്കൊണ്ട് അടുക്കളയുടെ ഭാഗത്ത് വന്നു. അടുക്കളയിൽ വന്നപ്പോൾ ഞാൻ അടുക്കളയുടെ തട്ടിലിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു തീർച്ചയായിട്ടും MLA അല്ല. പിന്നെ ഭയങ്കരമായിട്ട് ഒരുപാട് പറയേണ്ടി വന്നു, ഞാൻ MLA ആണെന്ന് ഞാൻ തന്നെ. അപ്പൊ അവര് പറയുന്നത് അവരുടെ നാട്ടിൽ MLA വരുന്നത് 5-6 വാഹനങ്ങളിലാണ്, സ്വീകരിക്കാൻ വേണ്ടി കുറെ ആളുകൾ ബൊക്കയും മാലയൊക്കെ ഇട്ട്, റോജിയൊക്കെ സ്ഥിരം കാണുന്ന കാഴ്ച, ബൊക്കയും മാലയായിട്ട് നിൽക്കും, ക്യാമറമാനൊക്കെ ആയിട്ട് വന്നിട്ടാണ് കയറുന്നത്. ഇതൊരാൾ വണ്ടിയിൽ വന്നിറങ്ങി, ഞാൻ മാത്രമല്ലല്ലോ, കേരളത്തിലെ എല്ലാ ജനപ്രതിനിധികളും അങ്ങനെയല്ലേ, അവർ വന്നിറങ്ങി അവരകത്തേക്ക് പോകുന്നു. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ജനപ്രതിനിധികൾ ഉണ്ടാകാനുള്ള കേരളത്തിൻ്റെ ഒരു കൾച്ചർ തുടങ്ങി വെച്ചത് ഉമ്മൻചാണ്ടിയാണ്. ജീവിതം ഇങ്ങനെ ആക്കി ഞാൻ പറയും, പുള്ളിയോട് പറയും, അവർ ചിരിക്കും. എന്നാലും അദ്ദേഹം പോവും, ഏത് പാതിരാത്രിയിലും എല്ലാ സ്ഥലത്തും എത്തും. അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങളാണ്. അധികാരത്തിൽ ഇരുന്ന സമയത്ത് ഇപ്പോ നമ്മൾ നിയമസഭയിൽ ഒരു കാര്യം അവതരിപ്പിക്കുകയാണ്, അത് ശ്രദ്ധിക്കും. ചിലപ്പോൾ ഈ നമ്മൾ പറയുന്ന മന്ത്രിമാർ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. അത് ശ്രദ്ധിച്ച് അത് പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ ചിലപ്പോൾ ചേംബറിലേക്ക് വിളിപ്പിച്ച് അതിന്റെ വിശദാംശങ്ങൾ ചോദിക്കും. ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാനും സാദത്തും കൂടി ആലുവയില് ജനറൽ ആശുപത്രിയിൽ വെച്ചിട്ടാണ് ഹീമോഗ്ലോബിൻ അല്ലെ, ഹീമോഫീലിയ രോഗം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് മരുന്ന് സപ്ലൈ ചെയ്യണം. അവർക്ക് ഭയങ്കര പ്രയാസമാണ്, വലിയ വിലയാണ്. അവിടെ വെച്ച് തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസും മുഴുവൻ വാങ്ങിച്ചെടുത്ത് എല്ലാവരെയും വാങ്ങിച്ച് അതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമെടുത്തു. ആ ഹീമോഫീലിയ രോഗം ബാധിച്ച കുട്ടികൾക്കെല്ലാം സൗജന്യമായ ആ മരുന്നുകൾ കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരിക്കൽ പറഞ്ഞു, 50,000 രൂപയാണ് 5,000 രൂപയുടെ മെഡിസിന് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പുകൾ വാങ്ങിക്കുന്നത്. കുത്തിക്കൊലയാണ് നടക്കുന്നത്. 5,000 രൂപയുടെ മരുന്നിന് 50,000 രൂപ മേടിക്കുക, ക്യാൻസർ രോഗത്തിന് പോലുള്ള മാരകമായ രോഗത്തിന്. അപ്പൊ ഞാനൊരിക്കൽ ഒരു കോളിംഗ് അറ്റൻഷൻ കൊണ്ടുവന്നു. ഞാനൊരു സജഷൻ വെച്ചു, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കമ്പനികളുമായി നേരിട്ട് ചർച്ച ചെയ്ത് അവരുടെ കയ്യിൽ നിന്നും മരുന്ന് വാങ്ങി മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് എല്ലാ മെഡിക്കൽ കോളേജുകളിലും തുടങ്ങണം. ആദ്യത്തെ പ്രാവശ്യം. രണ്ടാമത്തെ ഫേസിൽ അത് എല്ലാ ജില്ലാ ജനറൽ ആശുപത്രിയിലും തുടങ്ങണം. മൂന്നാമത്തേതിൽ എല്ലാ താലൂക്ക് ആശുപത്രിയിലും തുടങ്ങണം. അപ്പോൾ അദ്ദേഹം വിളിച്ച് ചോദിച്ചു, എന്താണ് ഐഡിയ? അപ്പോൾ ഞാൻ പറഞ്ഞു, മാർക്കറ്റിൽ ഇന്റർവെൻഷൻ നടത്തണം. മരുന്നിന്റെ മാർക്കറ്റിൽ സർക്കാർ ഇന്റർവെൻഷൻ നടത്തിയാൽ ഈ കൃത്രിമമായ വില നമുക്ക് താഴേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ കാരുണ്യ മെഡിക്കൽ ഷോപ്പുകൾ ആരംഭിച്ചു. കാരുണ്യ മെഡിക്കൽ ഷോപ്പുകൾ. ആ കാരുണ്യ മെഡിക്കൽ ഷോപ്പുകൾ ആരംഭിച്ചപ്പോൾ ഈ 50,000 രൂപ മേടിച്ചിരുന്ന ഈ മെഡിസിൻ 4,500 രൂപയ്ക്ക് കാരുണ്യ മെഡിക്കൽ ഷോപ്പിന്റെ ഔട്ട്ലെറ്റിൽ കൂടി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ പൊതു മാർക്കറ്റിൽ ഇതിന്റെ വില നേരെ 5,000 താഴ്ന്നു. നേരെ 5,000 താഴ്ന്നു. അതുവരെ കബളിപ്പിക്കുകയായിരുന്നു. ഏകദേശം 20,000-ഓളം മെഡിസിൻ കാരുണ്യ മെഡിക്കൽ കോർപ്പറേഷൻ ഈ കാരുണ്യ ഷോപ്പുകൾ വഴി വിതരണം ചെയ്തു. അപ്പം മാർക്കറ്റിൽ ഭയങ്കരമായ വിലയിടിച്ചു. അപ്പൊ അദ്ദേഹം രണ്ടാമത് ജില്ലാ ജനറൽ ആശുപത്രികളിലേക്ക് ഔട്ട്ലെറ്റ് കൊടുത്ത കൂട്ടത്തിൽ താലൂക്കിൽ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ താലൂക്കിൽ സ്പെഷ്യലായിട്ട് എനിക്ക് തന്നു ഇത് കൊണ്ടുവന്നതിന്, ഈ വിഷയം കൊണ്ടുവന്നതിന്. അപ്പൊ കേരളത്തിലെ 14 ജില്ലാ ജനറൽ ആശുപത്രിയിൽ അത് കൊണ്ടുവന്നതിന്റെ കൂടെ പറവൂർ താലൂക്ക് ആശുപത്രി കൂടി ഈ കാരുണ്യ ഫാർമസി പ്രത്യേകം ഇൻട്രസ്റ്റ് എടുത്തിട്ട് തന്നു. നമ്മൾ പറഞ്ഞപ്പോൾ തന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ഞാൻ പറഞ്ഞു, വിദേശത്തെല്ലാം പോകുമ്പോൾ ഒരു വീൽ ചെയറുമായിട്ട് ഒരാൾ പോയാൽ എവിടെ വേണമെങ്കിലും പോകാനുള്ള സ്ലോപ്പ് ഉണ്ടാവും, കയറി പോകാൻ ഏത് ഗവൺമെന്റ് ഓഫീസിൽ. കേരളത്തിൽ വീൽ ചെയറുമായി ഒരാൾ വന്നാൽ സെക്രട്ടേറിയറ്റിൽ കയറാൻ പറ്റില്ല, കളക്ടറേറ്റിൽ കയറാൻ പറ്റില്ല, ഒരു ഗവൺമെന്റ് ഓഫീസിൽ കയറാൻ പറ്റില്ല, ഒരു സ്ലോപ്പും ഇല്ല. അത് ഞാൻ പറഞ്ഞു, ബിൽഡിംഗ് റൂൾസിൽ ബിൽഡിംഗ് റൂള് അമെൻഡ് ചെയ്ത് എല്ലാ പബ്ലിക് യൂട്ടിലിറ്റികളിലും ഈ സ്ലോപ്പ് വേണം. അതുപോലെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രാപ്പ് വേണം, പ്രത്യേകമായിട്ട് അവർക്ക് ടോയ്ലറ്റുകൾ വേണം, അവർക്ക് പാർക്കിംഗ് സ്പേസ് വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ ഇടപെട്ട് CTPയെ വിളിച്ച് വരുത്തി ബിൽഡിംഗ് റൂൾസിലെ അമെൻമെന്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം. ഒന്ന്, കേരളത്തിൽ ഒരു സ്കൂൾ ബിൽഡിംഗ് പണിതാലും ഏത് ഗവൺമെന്റ് ഓഫീസ് പണിതാലും ഇത് കയറി പോകാനുള്ള സംവിധാനവും സ്പെഷ്യൽ ടോയ്ലറ്റും അതുപോലെ പാർക്കിംഗ് സ്പേസും ഉണ്ട്. ഇങ്ങനെ കീനായി ഭരണാധികാരി വളരെ ശ്രദ്ധയോടുകൂടി തന്റെ മുമ്പിൽ വരുന്നത്. ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്, ഇവർക്കൊക്കെ 100,000 അനുഭവം എന്നേക്കാൾ കൂടുതലുണ്ടാവും. ഏത് കാര്യവും കീനായിട്ട് അത് കേട്ട് അത് പ്രാവർത്തികമാക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് അന്വേഷിച്ച് അത് പ്രാവർത്തികമാക്കുന്ന ഭരണാധികാരി.
അതാണ് അതിൻ്റെ പ്രത്യേകത. ഏറ്റവും സാധാരണക്കാരൻ്റെ കാര്യങ്ങൾ ചിലർ കേൾക്കില്ല, ചിലരുടെ അടുത്ത് നമുക്ക് ചെല്ലാൻ പറ്റില്ല, ചിലർ സംസാരിക്കാൻ ആക്സസ് പോലുമില്ല ആളുകൾക്ക്. ഇത് ആൾക്കൂട്ടത്തിലാണ്. ആൾക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഈ ആൾക്കൂട്ടം പറയുന്ന അവരുടെ സങ്കടങ്ങളും അവരുടെ വിഷമങ്ങളും കേട്ട് ഈ ജനസമ്പർക്ക പരിപാടിയേക്കാൾ എന്നെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ചത് തിരിച്ചു വന്നതിന് ശേഷം 41 ഉത്തരവുകൾ റദ്ദാക്കി പുതിയ ഉത്തരവുകൾ ഉണ്ടാക്കി അമൻഡ് ചെയ്തു. കാരണം ആ ഉത്തരവുകൾ ഉണ്ടാക്കാൻ കാര്യം ഏറ്റവും പാവപ്പെട്ടവരെ ബാധിച്ചിരുന്ന അവരുടെ ഫയലുകൾ നീങ്ങാൻ വേണ്ടിയിട്ട് തടസ്സമുണ്ടാക്കിയിരുന്ന വിഷയങ്ങളെല്ലാം മാറ്റി 41 സർക്കാർ ഉത്തരവുകൾ പുതിയതായി ഇറക്കി. അതാണ് അങ്ങനെ ഓർത്തെടുത്താൽ പറഞ്ഞാൽ തീരാത്തത്രയും കാര്യങ്ങൾ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് മുന്നേ നടന്ന് ഇതാണ് നിങ്ങളുടെ വഴി, ഇതായിരിക്കണം നിങ്ങളുടെ വഴി എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം കടന്നുപോയത്. ആ വഴിയിൽ അതിലെ കടന്നു പോകുമ്പോൾ ആ വഴിയിൽ ഒരു പ്രകാശഗോപുരം പോലെ അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഉണ്ടാകും എന്ന ആത്മവിശ്വാസവും കരുത്തുമാകണം നമ്മളോട് മുന്നോട്ട്. രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ, വേട്ടയാടപ്പെട്ടപ്പോൾ എല്ലാം അദ്ദേഹം അടിപതറാതെ ഉറച്ചു നിന്നത് അചഞ്ചലമായ ദൈവവിശ്വാസം കൊണ്ടും തനിക്ക് അതിനെല്ലാം മറികടക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കൊണ്ടുമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരവുകൾ അർപ്പിക്കുന്നു.